ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും പോകുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റെഡിയായിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. കുറേ നാളായി പുറത്തേക്ക് പോയിട്ട് കുറേ നാളായി എന്നല്ല, ഹോസ്പിറ്റൽ ആവശ്യമായിട്ട് മെയിനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. ഇതിപ്പോൾ അല്ലാതെ നമ്മൾ പുറത്തേക്ക് പോകുന്നത് ഒന്നിലേക്ക് കൊറിയറിൻ്റെ കാര്യത്തിന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിന് കേട്ടോ. അതിന് വേണ്ടി മാത്രമേ പുറത്തേക്ക് പോകലുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ അല്ലാതെ ഒന്ന് പുറത്തേക്ക് കുട്ടികളൊക്കെ കൊണ്ട് ഒന്ന് ജസ്റ്റ് ചില്ലാവാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹൈസ്കൂട്ടിനെ നമ്മൾ ക്യാരി ബാഗിൽ ഇട്ടിട്ടുണ്ട്. കാരണം ഇക്കാക്ക് എടുക്കാൻ പറ്റില്ല, എനിക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ചെന്നിട്ട് കുറച്ച് നടക്കാനൊക്കെ ഉണ്ടാവും. എന്തായാലും ബസ് ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കണം. അതുകൊണ്ട് നമ്മൾ ക്യാരി ബാഗിലാക്കി. അവനും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് അല്ലോ, അപ്പോൾ എനിക്കും കൈ വേദനിച്ച് ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ വെച്ചിട്ട് മോനെടുത്തോളൂ. അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പ്ലാക്കോടൊക്കെ ഇത്തിരി നടക്കാനുണ്ട് കേട്ടോ. ഒരു കയറ്റമൊക്കെ കയറി ഇറങ്ങണം. നമ്മൾ വെയിലൊക്കെ ഒന്ന് നോക്കി അവിടെ ഇവിടെയൊക്കെ പതുക്കെ നടന്നൊക്കെ ബസ് സ്റ്റോപ്പിലെത്തി. മുതുവളയിലൊക്കെ ബസ് കയറി. അവിടെ നമുക്ക് പിന്നെ പ്രൈവറ്റ് ബസ്സിന് വേണം കേട്ടോ. നെടുമങ്ങാടൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ വേണം പോകാൻ. ഇത് നമ്മളിപ്പോൾ ആദ്യം മുതുവളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ കയറി നമ്മൾ നെടുമങ്ങാടേക്ക് പോയി. കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോൾ തന്നെ ബസ്സിൻ്റെ ടയർ പഞ്ചറായിരുന്നു. പിന്നെ അത് മാറ്റിയിടാൻ വേണ്ടിയിട്ട് ഒരു 1.25 മണിക്കൂർ പിടിച്ചു. നമ്മൾ ആ ബസ്സിൽ വെയിലത്ത് ആ ചൂടെടുത്ത് നമ്മൾ ആ ബസ്സിൽ തന്നെ ഇരിക്കേണ്ടി വന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ അത്യാവശ്യം സമയം അങ്ങനെ തന്നെ പോയായിരുന്നു. പിന്നെ ഞങ്ങൾ വന്ന പാടെ ഫുഡ് അടിക്കാൻ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ നോക്കി അങ്ങനെ കുറേ നടന്നു കേട്ടോ. അത്യാവശ്യം കുറച്ച് നടന്നിട്ടാണ് നമുക്കൊരു നല്ലൊരു റെസ്റ്റോറൻറ്റ് കിട്ടിയത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എന്താ വെച്ചാൽ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ വന്നിട്ട് തന്നെ ഒരുപാട് നാളായി. ഹൈസ് ആയതിന് ശേഷം നമ്മൾ ഒരുമിച്ച് എങ്ങോട്ടും ഇങ്ങനെ പോകലില്ല കേട്ടോ. എന്തെങ്കിലും ഹോസ്പിറ്റൽ ആവശ്യം ഞാൻ പറഞ്ഞ പോലെ വാമനപുരത്തേക്കോ അങ്ങനെയൊക്കെ എവിടേക്കെങ്കിലും പോയാലേ ഉള്ളൂ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന് വേണ്ടി മാത്രമായിട്ട് ഒരു പോവലില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ വന്ന റെസ്റ്റോറൻറ്റിൽ ഇരിക്കേണ്ട. ഇവിടെയൊക്കെ ഞാൻ ഞങ്ങൾ ഓൺ വോയിസ് എടുത്തായിരുന്നു. പക്ഷേ അവിടെ മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അത് ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരും. അപ്പോൾ ഹൈസ്കൂട്ട് പുതിയ ഷൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ പിപ്പി ഷൂ എടുത്തിട്ട് ടേബിളിൻ്റെ മേലെ വെക്കുന്നുണ്ട് കേട്ടോ. അവൻ ടേബിളിലിട്ട് ചവിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ടേബിളിന് അത്യാവശ്യം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇതും അറിയില്ല. പണ്ട് അതിനുകുട്ടീനെ കുഞ്ഞാളപ്പോഴത്തേക്ക് ഞങ്ങളിതുപോലെ ഒരു ബേക്കറിയിൽ പോയിട്ട് അതിനെ ഞാൻ കൈ വെച്ചിട്ട് ഞാനെന്താ കുടിക്കുന്ന സമയത്ത് അതിനു കാല് വെച്ചിട്ട് ആ ടേബിളിലിട്ട് ചവിട്ടിട്ട് ആ ടേബിൾ മറിഞ്ഞിട്ട് അവരുടെ ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് ആ ഇൻസിഡൻറ്റ് ഓർമ്മ വന്നിട്ട് നമ്മളതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനൂന് അത് പറഞ്ഞപ്പോൾ നാണം വന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ആ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരുടെ ഫേസിൽ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഹൈസിയുടെ അത്യാവശ്യം നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്, അതിനൂൻ്റെയും കുറഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ ഇത് വലിയ വ്ളോഗൊന്നും അല്ല കേട്ടോ. ചെറിയ കുട്ടി നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് വേറൊരു വീഡിയോയുടെ കൂട്ടത്തിലിടാൻ വേണ്ടി വെച്ചിരുന്നതാണ്. പിന്നെ നോക്കിയപ്പോൾ ആ വീഡിയോ തന്നെ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പോൾ പിന്നെ ഇതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കാരണം ഒരുപാട് വലിയ വീഡിയോസൊക്കെ ആണെങ്കിൽ അപ്ലോഡ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഹൈസിയുടെ മെയിൻ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ എടുത്തിട്ട് അവിടെ മുഴുവൻ കീറി ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ചെറിയ ചെറിയ പീസസ് ആയിട്ട് ആ ടേബിളിലിടും. നമ്മളിരിക്കുന്നതിൻ്റെ താഴെ എന്ന് വെച്ചാൽ ഹൈസി ഇരുന്നതിൻ്റെ താഴെ നല്ല പോലെ വേസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത്യാവശ്യം നല്ല വെയിറ്റിംഗ് എടുത്തു കേട്ടോ. നല്ല പോലെ വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു. പക്ഷേ ഇവരുടെ സന്തോഷമൊക്കെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്തതിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. കാരണം ഇവർ നല്ല എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ അവിടെയാണെങ്കിൽ AC ആയിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചൂടൊന്നും എടുത്തില്ല. മറ്റേ നമ്മൾ സാധാ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കയറുകയാണെങ്കിൽ ചൂടെടുത്തിട്ടൊക്കെ ഈ സമയത്തൊക്കെ നല്ല ചൂടല്ലോ ഒന്നാമത്തെ ഈ സമയത്ത്. അങ്ങനെ കുട്ടികൾ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളും ഓരോ പഴയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ ഉണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്തൂടെ പോയിട്ടിൻ്റെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും. അത് അത്യാവശ്യം കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ 2 പാർട്ടായിട്ട് ഇടാനാണ് സാധ്യത. അപ്പോൾ ഫുഡ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വലുതായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ അത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ അതിനൊക്കെ നല്ല വിഷമിരിക്കുകയായിരുന്നു. ഒരു മാരക അറ്റാക്കായിരുന്നു കേട്ടോ ഫുഡ് വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് വലുതായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കഴിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് ചെറിയ എന്തോ പീസസ് കിട്ടിയത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്ത് നിൽക്കുകയാണ് ഞാൻ. എൻ്റെ കയ്യിൽ ഹൈസ് ഉണ്ടായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ഒരു കൊത്തു പൊറോട്ട, അൽഫാം മന്തി, പിന്നെന്തായിരുന്നടാ ഷവർമ്മ പ്ലേറ്റ്, ഇതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പല സാധനങ്ങളായിട്ട് മിക്സ് ചെയ്താണ് വാങ്ങിച്ചത്. നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കാനുണ്ടോ ചെയ്തത്.
അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു വിശേഷം നിങ്ങളായിട്ട് പങ്കുവെച്ചൊന്ന് മാത്രം. പിന്നെ എൻ്റെ ഓർമ്മയിലത്തേക്ക് വേണ്ടി ഇതിൽ സൂക്ഷിക്കപ്പെടുമെന്നും വിചാരിച്ചുകൊണ്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളൊരു ഷോപ്പിലേക്ക് കയറി അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, വീട്ടിലേക്ക് മടങ്ങി വന്നു. നമുക്ക് ബസ് കിട്ടിയില്ല, നമ്മൾ അത്യാവശ്യം കുഴഞ്ഞാണ് വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.